ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് സൊല്യൂഷൻസ് ആണ്. അതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രസീവ് വേവ്സിന്റെ കാര്യമാണ് എടുത്തത്, അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ്സിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ ട്രാവലിംഗ് വേവ് സൊല്യൂഷൻസ് കണ്ടു. ഓൾറൈറ്റ്, ഇൻ ദിസ് ക്ലാസ് വിൽ സീ ദ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു സൊല്യൂഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ മോഡ്സ് കണ്ടു. ഈ നോർമൽ മോഡ്സ് ദേ കറസ്പോണ്ട് ടു സർട്ടൻ ഫ്രീക്വൻസീസ് എന്ന് കണ്ടു. റൈറ്റ്, ഇനി ഇത്ര നോർമൽ മോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഇത്ര നോർമൽ മോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ചെയ്യാവുന്നത് ഒരു എൻഡ് ഫിക്സ്ഡ് ആക്കി വെക്കുക, അതിൻ്റെ അടുത്ത എൻഡിൽ റൈറ്റ് ഒരു വൈബ്രേഷൻ നമ്മൾ കൊടുക്കുക. റൈറ്റ്, വി ഗീവ് എ പെർട്ടിക്കുലർ വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ എൻ്റെ ഫസ്റ്റ് നോർമൽ മോഡ് റൈറ്റ്, ആക്ച്വലി നമുക്ക് ഫ്രീക്വൻസി 0-ൽ നിന്ന് ഇൻക്രീസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തിക്കഴിയുമ്പോൾ ഫണ്ടമെന്റൽ മോഡ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വൈബ്രേഷന്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹയർ മോഡ്സ് വരുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? റൈറ്റ്, ഇങ്ങനെ വരുമെന്ന് നമുക്ക് മനസ്സിലായി, ആ സൊല്യൂഷൻ നമ്മൾ ചർച്ച ചെയ്തു. ബട്ട് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് വെൻ വി ഡു ദിസ്? റൈറ്റ്, എന്ത് പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വേവ് കിട്ടുന്നത്? ഈ കാര്യം നമ്മൾ ഈ ക്ലാസ്സിൽ അനലൈസ് ചെയ്യുക. റൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, സ്റ്റേഷനറി വൈബ്രേഷൻ ഡസ് നോട്ട് കം ഇൻ ടു എക്സിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി. റൈറ്റ്, നമ്മൾ ഇങ്ങനെയുള്ള വൈബ്രേഷൻ കൊടുത്ത ഉടനെ ഒരു സ്റ്റേഷനറി വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നോർമൽ മോഡിലേക്ക് സെറ്റിൽഡ് ആവുന്നില്ല. റൈറ്റ്, അപ്പോൾ തുടക്കത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇനീഷ്യലി ഒരു പെർട്ടിക്കുലർ പൊസിഷനിലെ റെസ്റ്റിലാണ്. റൈറ്റ്, വെൻ യു സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ഇറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, വിൽ സീ ദാറ്റ് എ ട്രാവലിംഗ് വേവ് ആക്ച്വലി ബിഗിൻസ് മൂവിങ് അലോങ് ദ സ്ട്രിങ്. റൈറ്റ്, അതായത് നമ്മൾ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി അറ്റ് റെസ്റ്റിലാണ്, ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി കാണുന്നത് ഇവിടുന്ന് ഒരു ട്രാവലിംഗ് വേവ് ഈ സ്ട്രിങ്ങിലൂടെ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുക. റൈറ്റ്, അതാണ് ആദ്യം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, അതിൻ്റെ സ്നാപ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ഇറ്റ് വിൽ ബി എ സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതായത് എക്സിനനുസരിച്ച്, എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സൈനുസോയിഡലി വേരി ചെയ്യുന്നൊരു വൈബ്രേഷൻ ആണ് ഇത് നമുക്ക് പറയാം. റൈറ്റ്, ദാറ്റ്സ് അറ്റ് എ ഫിക്സ്ഡ് ടൈം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇതാണ് സംഭവിക്കുന്നത്, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതായിട്ടാണ് സംഭവിക്കുന്നത്. റൈറ്റ്, നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് ട്രാവലിംഗ് എലോങ് ദ സ്ട്രിങ്. റൈറ്റ്, ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഫസ്റ്റ്. പക്ഷേ ഈ വേവ് ട്രാവൽ ചെയ്ത് ഫിക്സ്ഡ് എൻഡിൽ എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇറ്റ് റിഫ്ലെക്ട്സ് ഫ്രം ദ ഒബ്സ്റ്റക്കിൾ ഹിയർ. റൈറ്റ്, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, ഇറ്റ്സ് ഫിക്സ്ഡ് ഹിയർ. റൈറ്റ്, ഇവിടുന്ന് അത് റിഫ്ലെക്ട് ചെയ്യും. ഓക്കെ, സോ വെൻ ദ അഡ്വാൻസിങ് വേവ് റീച്ചസ് ദ ഫിക്സ്ഡ് എൻഡ് ഓഫ് ദ സ്ട്രിങ്, there occurs a process of reflection. Okay, and the motion of any point on the string becomes the resultant effect of these two oppositely traveling disturbances. Okay, അതായത് ഇനീഷ്യലി ഒരു വേവ് ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റൈറ്റ്, ആൻഡ് ദെൻ ഇറ്റ് റീച്ചസ് ദർ ആൻഡ് അവിടെ എത്തി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരികയാണ്. ദർസ് എ റിഫ്ലക്റ്റഡ് വേവ് ഓൾസോ റിട്ടേണിങ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇനീഷ്യലി കൊടുത്തൊരു വേവ് ഉണ്ട്, റിഫ്ലക്റ്റഡ് വേവ് ഉണ്ട്, ഇത് തമ്മിൽ സൂപ്പർ പോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ഈ സ്ട്രിങ്ങിലുള്ള വൈബ്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു ഓപ്പോസിറ്റ്ലി ട്രാവലിംഗ് ഡിസ്റ്റർബൻസസ്. റൈറ്റ്, ഒന്ന് നമ്മൾ കൊടുത്ത ഡിസ്റ്റർബൻസ്, മറ്റേത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഡിസ്റ്റർബൻസ്. ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ നമ്മൾ ഈ സ്ട്രിങ്ങിൽ കാണുന്നത്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനീഷ്യലി നമ്മൾ ഇവിടുന്ന് ഒരു വൈബ്രേഷൻ കൊടുത്തു. റൈറ്റ്, വി സ്റ്റാർട്ടഡ് എ വൈബ്രേഷൻ ഹിയർ, അതൊരു പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡിലുള്ള വൈബ്രേഷൻ ആണ്. റൈറ്റ്, ഇത് നീങ്ങി അവിടെ പോയിട്ട് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി, റിഫ്ലക്ട് ചെയ്ത് അതേ ആംപ്ലിറ്റ്യൂഡിലുള്ള വേവ് തിരിച്ചു വരുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പൊ അത് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്തിട്ട് കൂടുതൽ ആംപ്ലിറ്റ്യൂഡുള്ള ഒരു വേവ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൈറ്റ്, അപ്പൊ ഇത് റിഫ്ലക്റ്റഡ് വേവ് ഇവിടെ എത്തി ഇവിടെ എല്ലാം ഹയർ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് ബിക്കോസ് ഓഫ് സൂപ്പർ പൊസിഷൻ. റൈറ്റ്, ബിക്കോസ് ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് ഈ സ്ട്രിങ്ങിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഡിഫറെന്റ് വേവ്സ് കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ വെക്ടർ സം ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. റൈറ്റ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം. റൈറ്റ്, അപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് സംഭവിച്ചു. റൈറ്റ്, അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് ഈ പോയിന്റ് വരെ എത്തിയിട്ടുള്ളൂ. റൈറ്റ്, റിഫ്ലക്റ്റഡ് വേവ് ഈ അറ്റം വരെ എത്തുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി എല്ലായിടത്തും ഹൈ കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വേവ് പാറ്റേൺ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. Right, അതായത് after the reflected wave has arrived back at the driven end, there will develop a standing wave which is precisely the normal mode desired. Okay, അപ്പൊ ഇങ്ങനെയാണ് ഈ നോർമൽ മോഡ് ഇതിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മളൊരു സൈഡ് ഫിക്സ്ഡ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഒരു എൻഡിൽ വൈബ്രേഷൻ കൊടുക്കുമ്പോൾ സ്റ്റാൻഡിംഗ് വേവ് ഈ രീതിയിലാണ് ഫോം ചെയ്യുന്നത്.
റൈറ്റ്. ഓഫ് കോഴ്സ് ഈ സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽ മോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മോഡിന് കറസ്പോണ്ട് ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ തന്നെ ഈ വൈബ്രേഷൻ കൊടുക്കണമെന്ന് മാത്രം. റൈറ്റ്. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ കൊടുക്കുമ്പോഴാണ് ഈ നോർമൽ മോഡ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം ഈ നോർമൽ മോഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം നമ്മൾ കാണുന്നത് ദ സ്ട്രിങ് കണ്ടിന്യൂസ് ടു വൈബ്രേറ്റ് ഇൻ ദ മാനർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ നോർമൽ മോഡ്. റൈറ്റ്. നമ്മൾ വീണ്ടും ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്. വി ആർ ഡ്രൈവിംഗ് ഇറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി. Alright, and then we'll see that the string continues to vibrate in the manner characteristic of a normal mode. നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി, റൈറ്റ്, ഏത് മോഡിന് കറസ്പോണ്ട് ചെയ്യുന്ന ഫ്രീക്വൻസി ആണോ കൊടുക്കുന്നത് ആ മോഡിൽ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അതായത് each point of the string continues to vibrate transversely in simple harmonic motion and certain nodal points will remain permanently at rest. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് there will be nodes, so certain nodal point will be permanently at rest. ഓക്കെ. ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്. ആൻഡ് വിൽ സീ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് ആക്ച്വലി ചേഞ്ചസ് വിത്ത് എക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. ഓക്കെ. സോ വൺസ് ദ നോർമൽ മോഡ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദിസ് വേ ആൻഡ് ദ റിക്വിസിറ്റ് എനർജി ഫെഡ് ഇൻ ടു ഇറ്റ് ബൈ ദ ഡ്രൈവർ, ദ എൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇസ് ഹെൽഡ് സ്റ്റേഷനറി. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത നോർമൽ മോഡ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നോർമൽ മോഡ്സ് ബോത്ത് എൻഡിലും ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെതാണ്. റൈറ്റ്. ഇവിടെ നമ്മൾ ആക്ച്വലി സ്ട്രിങ്ങിന്റെ ഒരു സൈഡ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എൻഡ് ലെഫ്റ്റ് എൻഡ് ഫിക്സ്ഡ് ആയിട്ട് വെക്കുക. റൈറ്റ്. സോ വൺസ് ദ നോർമൽ മോഡ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ദ റിക്വിസിറ്റ് എനർജി ഇസ് ഫെഡ് ഇൻ ടു ഇറ്റ് ബൈ ദ ഡ്രൈവർ, നമ്മൾ കൊടുക്കുന്ന ഡ്രൈവർ ആവശ്യത്തിന് എനർജി ആയി കഴിയുമ്പോൾ യു കീപ് ദ എൻഡ് എക്സ് ഈക്വൽ ടു 0 സ്റ്റേഷനറി. റൈറ്റ്. എക്സ് ഈക്വൽ ടു 0 സ്റ്റേഷനറി ആക്കി നിലനിർത്തുക. റൈറ്റ്. ഈ പോയിന്റിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട റിസൾട്ട്സ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം സെയിം സിസ്റ്റം ആണ്. വി ഹാവ് ഗോട്ട് എ സ്ട്രിങ് വിച്ച് ഈസ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് വിച്ച് ഈസ് വൈബ്രേറ്റിംഗ് അറ്റ് എ പെർട്ടിക്കുലർ നോർമൽ മോഡ്. Alright. So at this point we can usefully introduce the results of our formal analysis of the normal modes of a stretched string. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ്. Alright. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു കാര്യമാണ്. We found that a continuous string of length L fixed at both ends could in principle vibrate in an infinite number of normal modes. Okay, ഇങ്ങനെ ഒരു ഫിക്സ്ഡ് സ്ട്രെച്ച് സ്ട്രിങ് രണ്ടെങ്കിലും ഫിക്സ്ഡ് ചെയ്താണെങ്കിൽ, ഫിക്സ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനൊരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഒരു കണ്ടിന്യൂസ് സ്ട്രിങ് ആണെങ്കിൽ. ഓക്കെ. അതായത് n ഈക്വൽ ടു 1 കറസ്പോണ്ട് ചെയ്യുന്ന ഫ്രീക്വൻസി n ഈക്വൽ ടു 2, n ഈക്വൽ ടു 3, അങ്ങനെ n ഈക്വൽ ടു ഇൻഫിനിറ്റി വരെ ജനറലി, റൈറ്റ്, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മോഡ്സ് അതിൽ പോസിബിൾ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസിൽ കണ്ട കാര്യമാണ്. റൈറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ റിസൾട്ട്സ് കൊണ്ടുവരാം. അവിടെ നമ്മൾ പറഞ്ഞു നോർമൽ മോഡ്സിനെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തത്. yn of x, t is equal to an sin n pi x divided by l cos omega n t. Right. So we saw that this was the equation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത കാര്യമാണ്. ഈ ഇക്വേഷൻ ആണ് നോർമൽ മോഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. റൈറ്റ്. നോർമൽ മോഡ്സ് കറസ്പോണ്ടിങ് ടു നോർമൽ മോഡ്സ് ഓൺ എ സ്ട്രിങ് വിച്ച് ഇസ് ഫിക്സ്ഡ് ഓൺ ബോത്ത് എൻഡ്സ്. റൈറ്റ്. അവിടെ ഒമേഗ എന്നിന്റെ മുകളിലുള്ള കണ്ടീഷൻ കണ്ടു. വി സോ ദാറ്റ് ഒമേഗ n are given by n pi divided by l multiplied by t divided by mu whole raised to 1 by 2. Okay. ഇവിടെ t divided by mu whole raised to 1 by 2 എന്ന് പറയുന്നതിന്റെ വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞു. That was the wave velocity. Right? That would be the velocity of the wave that is allowed on this particular string. Alright. ഇവിടെ t എന്ന് പറയുന്നത് ടെൻഷൻ ആണ്, mu എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ we saw that n has to be an integer and that if one idealizes to the case of a truly continuous string then n may run all the way up to infinity. Alright. അതായത് ഒരു truly continuous string ആണെങ്കിൽ നമുക്ക് we can think of it as made up of infinite number of separate points or infinite number of separate particles. Alright. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും മോഡ്സ് പോസിബിൾ ആണ്. Alright. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഇതിലുണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ then mathematically there are an infinite number of allowed modes. Okay. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടതാണ്. റൈറ്റ്. ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ട്രാവലിംഗ് വേവ്സിന്റെ കാര്യമാണ് അല്ലേ. നമ്മൾ ഈ നോർമൽ മോഡ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തത് ഒരു ട്രാവലിംഗ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയാണ്. റൈറ്റ്. അപ്പോൾ ഇതും ട്രാവലിംഗ് വേവ് സൊല്യൂഷൻസ് തമ്മിൽ എന്താണ് ബന്ധം? ട്രാവലിംഗ് വേവ് സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. റൈറ്റ്. ജനറലി എഫ് ഓഫ് എക്സ് മൈനസ് വി ടി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വി ടി എന്ന ഫോമിലായിരിക്കും ട്രാവലിംഗ് വേവ് സൊല്യൂഷൻസ് ഉണ്ടാകുക. റൈറ്റ്.
ഈ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ ഈ ഫോമിലല്ല ഉള്ളത്. ഒബ്വിയസ്ലി ഇതൊരു ട്രാവലിംഗ് വേവ് അല്ല. പക്ഷെ നമ്മൾ ട്രാവലിംഗ് വേവ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേഷനറി മോഡിലേക്ക് എത്തിയത്. Alright. So what's the relation between these two? Right? ഇത് കാണാൻ എളുപ്പമാണ്. We just use the basic trigonometric relations. Alright? And we'll see that this can be related to traveling wave solutions. Alright? അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഇതാണ്. നമുക്ക് സൈൻ തീറ്റ പ്ലസ് ഫൈവ് പ്ലസ് സൈൻ തീറ്റ മൈനസ് ഫൈവ് എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് ഫൈവ്. റൈറ്റ്? വൈ സൈൻ തീറ്റ പ്ലസ് ഫൈവ് എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് സൈൻ തീറ്റ കോസ് ഫൈവ് പ്ലസ് സൈൻ ഫൈവ് കോസ് തീറ്റ. അതുപോലെ സൈൻ തീറ്റ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് സൈൻ തീറ്റ കോസ് ഫൈവ് മൈനസ് സൈൻ ഫൈവ് കോസ് തീറ്റ ആണ്. ഓക്കെ, ഇത് കണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആഡ് ദീസ് ടു ടേംസ് ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് യു ഗെറ്റ് 2 സൈൻ തീറ്റ കോസ് ഫൈവ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ പ്ലസ് ഫൈവ് പ്ലസ് സൈൻ തീറ്റ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് ഫൈവ് ആണ്. റൈറ്റ്? അപ്പോൾ നമുക്ക് സൈൻ തീറ്റ കോസ് ഫൈവ് എന്നൊരു ടേം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ കോസ് ഫൈവ് എന്നൊരു ടേം ഉണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് സൈൻ തീറ്റ പ്ലസ് ഫൈവ് പ്ലസ് സൈൻ തീറ്റ മൈനസ് ഫൈവ് എന്ന് എഴുതാം. റൈറ്റ്? യൂസിങ് ദാറ്റ് നമുക്കിവിടെ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷനിൽ ഇങ്ങനെ ഒരു ടേം ഉണ്ട്, സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ കോസ് ഒമേഗ എൻ ടി എന്നൊരു ടേം ഉണ്ട്. റൈറ്റ്? അപ്പോൾ ദിസ് ഇസ് ലൈക്ക് സൈൻ തീറ്റ കോസ് ഫൈവ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് സൈൻ തീറ്റ മൈനസ് ഫൈവ് പ്ലസ് സൈൻ തീറ്റ പ്ലസ് ഫൈവ് എന്ന ഫോമിൽ നമ്മൾ എഴുതുകയാണ്. റൈറ്റ്? ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ആണുള്ളത്, ഫൈയുടെ സ്ഥാനത്ത് ഒമേഗ എൻ ആണ് ഉള്ളത്, ഒമേഗ എൻ ടി ആണ് ഉള്ളത്. That's why we have it in this form. Alright? അപ്പോൾ ആക്ച്വലി നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ നോക്കുമ്പോൾ ഇമീഡിയറ്റ്ലി നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻസിനെ രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻസിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് എഴുതാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് nth നോർമൽ മോഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാം. Alright? നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റി എഴുതി. ദാറ്റ്സ് ഓൾ വി ഹാവ് ഡൺ. ഓക്കെ, ഇനി ഒമേഗ എൻ നമ്മൾ എഴുതി. ഒമേഗ എൻ ഹാഡ് ദ ഫോം, we actually saw that omega n should have the form n pi divided by L multiplied by square root of t divided by mu. Alright? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ്. ഈ ക്ലാസ്സിൽ ഇക്വേഷൻ 2, മുൻപത്തെ സ്ലൈഡിൽ ഇക്വേഷൻ 2 ഇതായിരുന്നു. Alright? ഒമേഗ n ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിൽ നിന്നും ഈ n pi divided by L പുറത്തെടുക്കാം. Alright? So this becomes half a n sin n pi divided by L പുറത്തെടുത്തു. ബാക്കിയുള്ളത് x minus square root of t divided by mu multiplied by t. Okay? അടുത്ത ടേം this becomes half a n sin n pi divided by L x plus square root of t divided by mu multiplied by t. Okay? ഈ square root of t divided by mu എന്തായിരുന്നു? This was the wave velocity. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫെമിലിയർ ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് കാണുന്നത്. വി ഹാവ് എ ഫംഗ്ഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് മൈനസ് വി ടി, കാരണം ഇത് വി ആണ്. Right? So clearly this corresponds to a wave that is traveling towards the right, as we discussed in the first class. Right? Similarly, we can see that this corresponds to a wave that is traveling towards the left. അതായത് ഈ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷനെ നമ്മളിപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? വി ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് എ വേവ് ദാറ്റ് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് എ വേവ് ദാറ്റ് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ഓക്കെ, ഓഫ് കോഴ്സ് ഈ രീതിയിലാണ് ഈ സ്റ്റാൻഡിംഗ് വേവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനീഷ്യലി നമ്മളൊരു വേവ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദെൻ ദ വേവ് ഗോട്ട് റിഫ്ലെക്റ്റഡ്. റൈറ്റ്? റിഫ്ലക്ട് ചെയ്ത വേവും ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വേവും തമ്മിലുള്ള സൂപ്പർ പൊസിഷന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത്. റൈറ്റ്? ആൻഡ് വി ആർ സീയിങ് ഇറ്റ് ഇൻ ദ സൊല്യൂഷൻ നൗ. Alright? The standing wave solution now is written as the superposition of two traveling waves, one traveling towards the right and the other one traveling towards the left. Right? ഇനി പറഞ്ഞ കാര്യം നമുക്ക് വേറെ രീതിയിലും വെരിഫൈ ചെയ്യാം. Right? We can actually show that these correspond to traveling waves. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്, but we'll verify it in a slightly different way now. Okay? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിലെ ആദ്യത്തെ ടേം മാത്രം നമുക്ക് എക്സാമിൻ ചെയ്യാം. റൈറ്റ്? അപ്പോൾ ഈ ടേമിനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം, കാരണം ഈ എൽ എന്നുള്ളത് നമുക്ക് വേവ് ലെങ്ത്തിന്റെ ടേംസിൽ എഴുതാം. ഈ സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യുന്ന സമയത്ത് വി സോ ദാറ്റ് ദർ വാസ് എ കണക്ഷൻ ബിറ്റ്വീൻ എൽ ആൻഡ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തും ഈ ലെങ്ത്തും തമ്മിലുള്ള കണക്ഷൻ ഇതായിരുന്നു. വി സെഡ് ദാറ്റ് എൽ ഹാസ് ടു ബി ഈക്വൽ ടു ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ഹാഫ് വേവ് ലെങ്ത്. റൈറ്റ്? ഈ ഹാഫ് വേവ് ലെങ്ത്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. റൈറ്റ്? അപ്പോൾ ഇവിടെ എൽ എന്നുള്ളതിന് ഈ ഇക്വേഷനിൽ എൽ എന്നുള്ളതിന് n lambda divided by 2 എന്ന് എഴുതുക. Okay, so this n pi
divided by L will become n pi divided by n lambda by 2. Okay, so this is 2 pi divided by lambda. Alright, അപ്പോൾ ഈ n pi divided by L എന്നുള്ളത് നമുക്ക് 2 pi divided by lambda എന്ന് എഴുതാം. Alright, ഈ സ്ക്വയർ റൂട്ട് ഓഫ് ടി ഡിവൈഡ് ബൈ മ്യൂ വേവ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. ആ പെർട്ടിക്കുലർ സ്ട്രിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന വേവിന്റെ വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. Okay, so that square root of t divided by mu here can be written as v, right, and the rest of the terms are the same, right. അപ്പോൾ ഈ സൊല്യൂഷനിൽ ആദ്യത്തെ ടേം മാത്രം എടുത്തിട്ട് നമ്മൾ അതിനെ നോക്കുകയാണ്. റൈറ്റ്, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പേസ് ഡിപ്പെൻഡൻസും ടൈം ഡിപ്പെൻഡൻസും ഉണ്ട്. ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ ഈ വേവ് ഫോമിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഒരു സൈൻ വേവ് ആയിരിക്കും. റൈറ്റ്, അപ്പോൾ ഇവിടെ ഈ സൈൻ വേവ് എന്ന് പറയുന്നത് ദിസ് ആർ ദ ഡിസ്പ്ലേസ്മെന്റ് at each point. Alright, ഇത് x ആക്സിസ് ആണ്. ഓരോ x പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈ രീതിയിലായിരിക്കും ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുക. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് ക്രസ്റ്റ്സ് അല്ലെങ്കിൽ രണ്ട് ട്രഫ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ ഡിസ്റ്റർബൻസിന്റെ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വിൽ ലുക്ക് അറ്റ് എനി വൺ വാല്യൂ ഓഫ് y. റൈറ്റ്, വൈയുടെ ഒരു ഫിക്സ്ഡ് വാല്യൂ നോക്കുക. റൈറ്റ്, കറസ്പോണ്ടിങ് ടു സർട്ടൻ വാല്യൂസ് ഓഫ് x ആൻഡ് t. റൈറ്റ്, അപ്പോൾ നമുക്കറിയാം എക്സിലും ടിയും അനുസരിച്ച് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സും ടിയും മാറുന്നതനുസരിച്ച് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്, ലെറ്റ്സ് പിക്ക് എ സ്പെസിഫിക് വാല്യൂ ഓഫ് എക്സ് ആൻഡ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് ടി. റൈറ്റ്, അപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം ഉണ്ടെങ്കിൽ വി കുഡ് പിക്ക് എനി പോയിന്റ്. റൈറ്റ്, സ്പെസിഫിക് ദ ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് ടു this would be the displacement. Okay, let's look at the displacement corresponding to any particular value of x and a particular point in time. All right, ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതേ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോക്കുകയാണ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. റൈറ്റ്, അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ്ങിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. റൈറ്റ്, ഇതേ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടി പ്ലസ് ഡെൽറ്റ ടി, ഇത് x1, t എന്നുള്ള സമയമാണ്. അപ്പോൾ ഇതേ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന സമയത്ത് കിട്ടുന്നത് ഏത് പോയിന്റിലായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ്, അതായത് ഇതേ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കുറച്ച് കഴിഞ്ഞ് ഒരു ഡെൽറ്റ ടി എന്നുള്ള ഒരു സമയം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിലായിരിക്കും, എക്സിന്റെ ഏത് വാല്യൂവിലായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ്, അതായത് വി ആർ ലുക്കിംഗ് ഫോർ എ ഡെൽറ്റ എക്സ് ഇൻ സച്ച് എ വേ ദാറ്റ് y of x, t ഈസ് ഈക്വൽ ടു y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. റൈറ്റ്, ദിസ് ഇസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് at a later time. Right, the same displacement at the later time. Right, അപ്പോൾ ഏത് പോയിന്റിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതിനെ നമുക്ക് x plus delta x എന്ന് എഴുതാം. Right, so let's say that the displacement happens at x plus delta x, the same displacement. Right, y of x, t എന്ന അതേ ഡിസ്പ്ലേസ്മെന്റ് x plus delta x and t plus delta t എന്നുള്ള പോയിന്റിൽ കിട്ടുന്നുണ്ട് എന്ന് കരുതുക. Right, അപ്പോൾ അവിടെ നമ്മൾ yയുടെ ഈ ഫോം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വൈയുടെ ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൈൻ 2 പൈ ബൈ ലാംഡ എക്സ് മൈനസ് വി ടി, ഇതാണ് y ഓഫ് എക്സ്, ടി. റൈറ്റ്, ഇനി എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ടിക്ക് പകരം ടി പ്ലസ് ഡെൽറ്റ ടിയും ഇടുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും കിട്ടി. റൈറ്റ്, സോ ഇറ്റ് വുഡ് ബി സൈൻ 2 പൈ ബൈ ലാംഡ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ടി പ്ലസ് ഡെൽറ്റ ടി. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 പൈ ബൈ ലാംഡ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 പൈ ബൈ ലാംഡ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് വി ടി ഇവിടെ ഓൾറെഡി ഉണ്ട്. വി ഓൾറെഡി ഹാവ് എൻ എക്സ് മൈനസ് വി ടി ഹിയർ. നമുക്ക് ഇവിടെയും എക്സ് മൈനസ് വി ടി ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ബാക്കിയുള്ള ടേംസ് 0 ആണ്. അതായത് ഡെൽറ്റ എക്സ് മൈനസ് വി ഡെൽറ്റ ടി ഹാസ് ടു ബി ഈക്വൽ ടു 0. റൈറ്റ്, അതായത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇതിന്റെ അർത്ഥം ഇതാണ്, ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡെൽറ്റ ടി എന്നുള്ള പോയിന്റിലാണ്, ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡെൽറ്റ ടി എന്നുള്ള ഡിസ്റ്റൻസിലാണ് വീണ്ടും നമുക്ക് സെയിം എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ കഴിയുക. റൈറ്റ്, അതായത് ഡെൽറ്റ ടി എന്നുള്ള സമയം കഴിയുമ്പോൾ സെയിം ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡെൽറ്റ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും. ഈ ഡെൽറ്റ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും. റൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, അതായത് we can say that the values of delta x and delta t are related through the equation delta x minus v delta t is equal to 0. Alright, അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻ മനസ്സിലാവും. ഇവിടെ ഉള്ളത് വേവിന്റെ രണ്ട് സ്നാപ്ഷോട്ട്സ് ആണ്. റൈറ്റ്, ഒന്ന് അറ്റ് ടൈം ടി, അതാണ് ഈ പോയിന്റ്, ഈ കർവ്. റൈറ്റ്, അടുത്തത് അറ്റ് ടൈം ടി പ്ലസ് ഡെൽറ്റ ടി, അതാണ് ഈ വൈറ്റ് കളറുള്ള വേവ് ഫോം കാണിക്കുന്നത്. റൈറ്റ്, സോ ദിസ് ഇസ് അറ്റ് ദ സ്നാപ്ഷോട്ട് ഓഫ് ദ വേവ് അറ്റ് ദ ടൈം ടി. This is the snapshot at a slightly later time t plus delta t. Okay, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമുക്ക് ഈ പോയിന്റ് ഫോക്കസ് ചെയ്യാം.
Alright, ഇവിടെ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റ് എവിടെ വരുന്നത് നോക്കുക. Alright, ഒരു ടി പ്ലസ് ഡെൽറ്റ ടി എന്നുള്ള ഇൻസ്റ്റന്റിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. Alright, ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതിയത്. ഇനി ഈ ഡെൽറ്റ എക്സ് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ദിസ് ഡെൽറ്റ എക്സ് കറസ്പോണ്ട് ടു ദ ഡിസ്റ്റൻസ് വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, വേറെ രീതി പറയുകയാണെങ്കിൽ ഈ വേവ് ഫോം, വേവ് ഫോം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. അതായത് ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ ഈ വേവ് സഞ്ചരിച്ച ദൂരമാണ് ഈ വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി. കാരണം വി എന്ന് പറയുന്ന വേവിന്റെ വെലോസിറ്റി ആണ്. Alright, so that's why we say that as indicated in the figure here, the wave as a whole is moving in the positive x direction with the speed v. Alright, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് sin 2 pi by lambda x minus vt എന്നുള്ള വേവ് ഫോം. Right, ഈ രീതിയിൽ എഴുതുന്ന സൊല്യൂഷൻ. Right, this corresponds to a wave traveling towards right with the velocity v. Alright, അപ്പോൾ ഈ sin 2 pi by lambda x minus vt എന്ന് പറയുന്നത് it corresponds to, right, this stands for or this represents a wave that's traveling towards the right with velocity v. Okay, ഇതേ കാര്യം തന്നെ വേറെ രീതിയിൽ. Alright, this is again of the form f of x minus vt. അപ്പോൾ ഇതേ കാര്യം തന്നെ വേറെ രീതിയിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു when we discussed traveling waves. Okay, so I hope it's clear now. ഇതേ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നേരത്തെ സൊല്യൂഷനിലുള്ള രണ്ടാമത്തെ ടേം, അതായത് എക്സ് പ്ലസ് വി ടി എന്നുള്ള ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. വി ക്യാൻ ഷോ ദാറ്റ് ദിസ് ഡിസ്ക്രൈബ്സ് a wave of the same wavelength but traveling in the negative x direction with the speed v. Alright, negative x directionൽ സ്പീഡ് വിയിൽ മൂവ് ചെയ്യുന്ന വേവ് ആണ് രണ്ടാമത്തെ ടേമിലുള്ളത്. അതായത് സൈൻ 2 പൈ ഡിവൈഡ് ബൈ ലാംഡ എക്സ് പ്ലസ് വി ടി എന്നുള്ള ടേം ഉണ്ട്. Alright, this corresponds to a wave that's traveling towards the left with the same wavelength lambda and with the same speed. Alright, only the direction of traveling is different. Okay, so the standing wave, നമ്മളിപ്പോൾ ഈ സൊല്യൂഷനിൽ കണ്ട് സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷനെ ഒരു റൈറ്റ് ട്രാവലിംഗ് വേവിന്റെ ലെഫ്റ്റ് ട്രാവലിംഗ് വേവിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ സ്റ്റാൻഡിംഗ് വേവ് is precisely equivalent mathematically to the superposition of these two oppositely moving waves of the same wavelength and amplitude. Alright, അപ്പോൾ നമ്മൾ ഈ കണ്ട സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ എന്ന് പറയുന്ന, alright, this standing wave solution, this corresponds to, okay, mathematically it corresponds to the superposition of two oppositely moving waves of the same wavelength and amplitudes. Okay, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് വേവ് ഫോം എഫ് ഓഫ് എക്സ് മൈനസ് വി ടി എന്നുള്ളതായിരുന്നു. ഓൾറൈറ്റ്, ഇത്തരം ബേസിക് വേവ് ഫോംസിന്റെ ഒരു സൂപ്പർ പൊസിഷൻ ആണ് സ്റ്റാൻഡിംഗ് വേവ് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അല്ലെങ്കിൽ ഇത്തരം ബേസിക് വേവ് ഫോംസിന്റെ കോമ്പിനേഷൻ ആണ്, ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ആണ് ഈ സ്റ്റാൻഡിംഗ് വേവ് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, സോ ദ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ ഓൾസോ ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ദിസ് ഫോം എഫ് ഓഫ് എക്സ് മൈനസ് വി ടി എന്നുള്ള ടേംസിലുള്ള ഫംഗ്ഷൻസ് എന്ന രീതിയിലുള്ള ഫംഗ്ഷൻസിന്റെ ടേംസിലും നമുക്ക് സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് സൊല്യൂഷൻ എഴുതാം. ഓൾറൈറ്റ്, ഇവിടെ ആക്ച്വലി നമ്മൾ കുറച്ച് കെയർഫുൾ ആവേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സൈൻ 2 പൈ ഡിവൈഡ് ബൈ ലാംഡ എക്സ് മൈനസ് വി ടി, ഓക്കെ, അതുപോലെ എ സൈൻ 2 പൈ ബൈ ലാംഡ എക്സ് പ്ലസ് വി ടി, ഓൾറൈറ്റ്, ഈ എക്സ്പ്രഷൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ്സ് നമ്മൾ കണ്ടു. Right? പക്ഷേ ഈ വേവ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ these are actually waves that exist with infinite extent. അതായത് this gives a displacement for any value of x and any value of t. Alright? വേറെ ഇത് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ, alright, this equation, alright, this part gives us a waveform at every point in space. ശരിയല്ലേ? ഇവിടെ t നമ്മൾ ഫിക്സ് ചെയ്തു. Alright, there is no restriction in this equation. ഈ ടേം മാത്രം എടുത്ത് നോക്കണമെങ്കിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. But so this corresponds to a wave with an infinite extent. Alright, it exists everywhere. It exists for any value of x clearly. Alright, അതുപോലെ തന്നെ ഈ പാർട്ട്, this part also exists for any value of x. Alright, so we can say that the sine function written in these forms represent sine waves of infinite extent that is defined automatically by the equations to exist at all x at all t. Alright, it exists at all x and all t. Alright, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റം എന്തായിരുന്നു?
Alright, it is a system that is confined between 0 and L. 0യുടെയും Lന്റെ ഇടയിൽ കൺഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. Alright, അതായത് നമ്മളിപ്പോൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ അതിൽ ചെറിയ പ്രശ്നമുണ്ട്. Right, it's not entirely correct. It's not entirely correct. Alright, കാരണം ഈ രീതിയിലുള്ള വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ it would exist everywhere in space. Alright, but we wanted to talk only about a wave, a standing wave that exists between x equal to 0 and x equal to L. Alright, ആക്ച്വലി ഇത് കറക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഈ സൂപ്പർ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി x equal to 0യിലും x equal to Lലും റൈറ്റ്, ഈ എ ബി എന്നുള്ള പോയിന്റ്സ് ദിസ് ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് L. റൈറ്റ്, അപ്പോൾ x equal to 0യിലും x equal to Lലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ്, ഈ ഫുൾ വേവ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഓഫ് ആൻ ഇൻഫിനിറ്റ് എക്സ്റ്റെന്റ്, ബട്ട് വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് വൺ പാർട്ട് ഓഫ് ദിസ് വേവ്. റൈറ്റ്, ഈ വേവിന്റെ ഒരു പാർട്ട് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓൺലി ദാറ്റ് പാർട്ട് ബിറ്റ്വീൻ x equal to 0 ആൻഡ് x equal to L. Right, അവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്സ് 0 ആണ്. ദാറ്റ്സ് ഫൈൻ. The displacements are 0 at the end points. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയ സൊല്യൂഷന്റെ കൂടെ ഒരു ചെറിയ ഭാഗം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾ വർക്ക് പെർഫെക്റ്റ്ലി. അതായത് നമ്മൾ പറയേണ്ട കാര്യം, by hand we have to add that the wave does not exist beyond x equal to L and the wave does not exist below x equal to 0. Right, x equal to 0 ലെഫ്റ്റ് സൈഡിലേക്കോ x equal to L ന്റെ റൈറ്റ് സൈഡിലേക്കോ വേവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി. Right, so we can say that as far as conditions between x equal to 0 and x equal to L are concerned, the description in terms of infinite wave trains is correct. Right, അതായത് x equal to 0യുടെയും x equal to Lന്റെയും ഇടയിൽ ഉള്ള ബിഹേവിയർ നമുക്ക് ആവശ്യമുള്ള ബിഹേവിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ്സിന്റെ പുറത്ത് വൈബ്രേഷൻസ് ആക്ച്വലി കണ്ടിന്യൂ ചെയ്യുന്നില്ല. റൈറ്റ്, പക്ഷേ ഈ കണ്ടീഷൻ ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയ സൊല്യൂഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റൈറ്റ്, കാരണം നമ്മൾ ആദ്യം എഴുതിയ സ്റ്റാൻഡിംഗ് വേവ് സൊല്യൂഷൻ അല്ലെങ്കിൽ മോഡ്സ് നോക്കുകയാണെങ്കിൽ ദിസ് ഓൾസോ കറസ്പോണ്ട്സ് ടു a standing wave with infinite extent because it exists for all x and all t. Alright, അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം മുതൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്ക്രിപ്പൻസി ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. Alright, but it's easy to fix this. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിങ്ങനെ എഴുതുന്ന സമയത്ത് we have to be a little bit more careful. Alright, എക്സാക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ alright, അപ്പോൾ നമ്മൾ കെയർഫുൾ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് either you have to spell it out clearly. Okay, otherwise you have to remember that we are only talking about the wave that exists between 0 and L. Alright, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് സ്പെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞതാണ്. വി ഹാവ് ടു സ്പെൽ ഇറ്റ് ഔട്ട് ദാറ്റ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് എക്സ് ഈക്വൽ ടു 0 y of x, t is 0 everywhere. Alright, അതായത് ഇതാണ് x ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ x ഈക്വൽ ടു 0 വരെയുള്ള പോയിന്റ്. ഇതാണ് x ഈക്വൽ ടു 0. ഓക്കെ, ഈ പോയിന്റ് വരെ ഡിസ്പ്ലേസ്മെന്റ്സ് 0 ആണെന്നുള്ള കാര്യം നമ്മൾ ബൈ ഹാൻഡ് ആഡ് ചെയ്യാണ്. കാരണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫിസിക്കൽ സിസ്റ്റം ഈ രണ്ട് 0 x ഈക്വൽ ടു 0യുടെയും x ഈക്വൽ ടു Lന്റെ ഇടയിൽ കൺഫൈൻഡ് ആണ്. ഇനി നമ്മൾ നേരത്തെ എഴുതിയ സൊല്യൂഷൻ yn of x, t an sin n pi x by L cos omega nt എന്ന് എഴുതിയ സൊല്യൂഷൻ. Alright, this is the solution only for x between 0 and L. അതായത് ഈ റീജിയനിൽ മാത്രമുള്ള സൊല്യൂഷനാണ് നമ്മൾ എഴുതിയത് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെൽ ഔട്ട് ചെയ്യണം. Alright, അതുപോലെ ഈ റീജിയന്റെ പുറത്തേക്കും വേവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് സ്റ്റിൽ 0. Alright, ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, നമ്മൾ ഈ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എഴുതുമ്പോഴും നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം, ആക്ച്വൽ ഫിസിക്കൽ സിസ്റ്റത്തിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് കാരണമുള്ള ലിമിറ്റേഷൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മ വെക്കണം. യു ഹാവ് ടു ആക്ച്വലി റിമെമ്പർ ദിസ്. റൈറ്റ്, അതായത് ഈ സൊല്യൂഷൻ എല്ലാ എക്സിനും എല്ലാ ടിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും റൈറ്റ്, വി ആർ നോട്ട്, ദിസ് ഇസ് നോട്ട് റെലവെന്റ് ഇൻ അവർ പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് റെലവെന്റ് ഫോർ ദ റീജിയൻ ബിയോണ്ട് എക്സ് ഈക്വൽ ടു L ആൻഡ് ഫോർ ദ റീജിയൻ ബിലോ എക്സ് ഈക്വൽ ടു 0. റൈറ്റ്, എക്സ് ഈക്വൽ ടു 0യേക്കാളും കുറഞ്ഞ പോയിന്റ്സിൽ ഈ സൊല്യൂഷൻ വാലിഡ് അല്ല. വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ റീജിയൻ, right, or we are only talking about the system which is confined to within these boundaries. Right, so that was just a cautionary note. Right, ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ സ്റ്റാൻഡിംഗ് വേവ്സും അതിന് മുമ്പത്തെ ക്ലാസ്സിലെ പ്രോഗ്രസീവ് വേവ്സും കണ്ടു. റൈറ്റ്, ഈ സ്റ്റാൻഡിംഗ് വേവ്സ് എന്നുള്ളതിനെ നമുക്ക് പ്രോഗ്രസീവ് വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് എഴുതാൻ കഴിയും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. റൈറ്റ്, with that I shall conclude this session. Thank you.